ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റ് സ്വന്തത്തെ പറ്റി എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഞാനൊരു നാർസിസ്റ്റാണെന്നുള്ള ചിന്ത അയാൾക്ക് ഉണ്ടാവുമോ? മാത്രമല്ല, എന്തൊക്കെയായിരിക്കും അയാൾ സ്വയം തന്നെ കൽപ്പിച്ച് കൂട്ടുക? ഇതൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? എനിക്കേതായാലും പറയാനുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നാർസിസ്റ്റ് സ്വയം കരുതുന്നത് എന്തായിരിക്കും? ഒന്നാമത്തേന്ന് പറയുന്നത്, അവർ സ്വയം നാർസിസ്റ്റാണെന്ന് കരുതുന്നേയില്ല. അവരെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും പെർഫെക്റ്റായ നല്ല മനുഷ്യർ. അപ്പോൾ മറ്റൊരു ചോദ്യം അവിടെ വരും, അവർ ചെയ്യുന്ന തെറ്റിനെപ്പറ്റി അവർക്ക് ധാരണയില്ലേ എന്നുള്ളത്. തീർച്ചയായും ഉണ്ട് എന്നാണ് ഉത്തരം. അതായത്, ഞാൻ ചെയ്യുന്ന പല തെറ്റുകളും തെറ്റുകളാണെന്ന് അവർക്കറിയാം. എങ്ങനെ? സമൂഹത്തിൽ അത് ആക്സെപ്റ്റബിൾ അല്ല, സമൂഹം സ്വീകരിക്കാത്ത മോശമായ കാര്യങ്ങളാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതായത്, നല്ലൊരു ഉദാഹരണത്തോടെ പറയാം. ഒരു ഭർത്താവാണ് നാർസിസ്റ്റ് എന്ന് വിചാരിച്ചോ. ആ ഭർത്താവ് ഭാര്യയെ തല്ലുന്നത് മോശമാണെന്ന് അയാൾക്കറിയാം, അല്ലെങ്കിൽ ഭാര്യയെ മോശമായ വാക്ക് കൊണ്ട് ചീത്ത പറയുന്നത് നല്ലതല്ല എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് ചെയ്യാത്തത്. പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചില ആൾക്കാർ എക്സ്പോസ്ഡ് ആയാൽ ചെയ്യും, അതുവരെ ചെയ്യില്ല. എന്നാൽ വീട്ടിൽ അതൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് മോശമാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് ഇയാൾ പബ്ലിക്കിൽ ഇത് ഹൈഡ് ചെയ്യുന്നത്. എന്നാൽ ഈ മോശമാണ് എങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്ന് കരുതാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായ ന്യായങ്ങൾ, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവരുടെ മനസ്സിൽ തന്നെ ചില കഥകൾ മെനയും. ഇവൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ അടിച്ചത്, അതുകൊണ്ട് ആ അടിയിൽ തെറ്റില്ല എന്നൊരു ജസ്റ്റിഫിക്കേഷൻ അവരുണ്ടാക്കും. അതോടെ ആ അടിയും പെർഫെക്റ്റായ ഒരു അടിയായിട്ട് മാറും. അതായത്, അടിച്ച ഞാനും അടിച്ച അടിയും രണ്ടും പെർഫെക്റ്റായിട്ട് അവർ കണക്കാക്കുകയും ചെയ്യും. ഒരു രസകരമായൊരു കണക്കാണല്ലേ. ഏതായാലും നമുക്ക് നാർസിസ്റ്റിനെ പറ്റി തന്നെ നോക്കാം. ഒന്നാമത്തെ ചിന്താഗതി എന്ന് പറയുന്നത്, നാർസിസ്റ്റ് സ്വയം കരുതുന്നത് ഞാൻ ഏറ്റവും നല്ല മനുഷ്യനാണെന്നാണ്, ഞാൻ പെർഫെക്റ്റായ എല്ലാം കൊണ്ട് ഓക്കെ ആയ ഒരു വ്യക്തിയാണെന്നാണ്. എന്നാൽ ചില സമയത്ത് ഞാൻ മോശമായി പ്രതികരിച്ചു പോകും. അത് ആ സിറ്റുവേഷനോ ആ വ്യക്തിയോ കാരണമാണ്, ഞാൻ കാരണമല്ല. അതുകൊണ്ടാണ് നാർസിസ്റ്റ് പലപ്പോഴും സോറി പറയുന്ന സമയത്ത് ഒരു രസകരമായ രീതിയിലാണ് സോറി പറയാറ്. ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാം. അതായത്, നിനക്ക് വിഷമമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സോറി പറയുന്നത്. എന്നാൽ ഞാൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി നീ അവിടെ എന്താക്കരുത്, മോശമാണെന്ന് കരുതരുത്. അത് നിൻ്റെ വിഷമം മാത്രം പരിഗണിച്ച് ഞാൻ സോറി പറയുകയാണ്. അപ്പോൾ എന്താണത്? ഞാൻ ചെയ്ത പ്രവൃത്തി തെറ്റല്ല, നിൻ്റെ റിയാക്ഷൻ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ട്, നിൻ്റെ റിയാക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു സോറി പറഞ്ഞേക്കാം. ഈ നിലപാടിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇവരുടെ സോറി അല്ല, ഇവർ സോറി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവരെ ആ ഒരു തെറ്റ് അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ മനസ്സിൽ ഒരു കഥ, ഒരു കെട്ടുകഥ മെനയും. ആ കെട്ടുകഥ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാണ്, എനിക്ക് തെറ്റ് പറ്റൂല. അപ്പോൾ തെറ്റ് ചെയ്തത് സാഹചര്യം മറ്റു വ്യക്തികളെ കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സോറി പറയേണ്ട ആവശ്യമില്ല എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ടല്ലേ. എന്നാൽ ഞാനൊരു മറ്റൊരു ടെസ്റ്റ് പറയാം. നമ്മൾ സിനിമയോ മറ്റോ കാണുന്ന സമയത്ത് ആ നായകൻ, സിനിമയിലെ നായകൻ ഒരുപാട് പേരെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു അല്ലേ, പല രീതിയിൽ കൊല്ലുന്നു, പലതും ചെയ്യുന്നു. അപ്പോൾ അതിൽ മോശമായ കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ആരെയാണ് ജസ്റ്റിഫൈ ചെയ്യുക, ആരെയാണ് ന്യായീകരിക്കുക? നമ്മൾ നായകനായിട്ട് മാറുന്നു, നായകൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ, ഒരു ന്യായീകരണം നൽകുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ സിനിമയുടെ പേരുകളൊന്നും പറയുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ പല സിനിമകളും തെളിഞ്ഞു വരുന്നുണ്ടാവും. അത്തരം സിനിമകൾ നായകൻ ചെയ്യുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്രൂരമായ കൃത്യങ്ങൾ, അതും കാരണം കൂടാതെ ഉള്ളതും കൂടി ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ കാണികളായ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാർസിസ്റ്റായ ആൾ സ്വയം തന്നെ ന്യായീകരണം കൊടുക്കുന്നത് വലിയ സംഭവമൊന്നുമല്ലല്ലോ. അപ്പോൾ അവരത് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത്, അവരെ പറ്റി അവർക്കൊരിക്കലും മോശം ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കുടുങ്ങുന്നപ്പോഴാണ്, നമുക്ക് അവരെ തിരുത്താൻ സാധിക്കില്ല. കാരണം ഒരാൾക്ക് തെറ്റ് പറ്റില്ല എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ എന്ത് തിരുത്താനാണ്? തെറ്റ് പറ്റുന്നവരെയല്ലേ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ തെറ്റ് പറ്റാത്ത ഒരാളെ എങ്ങനെ തിരുത്താൻ സാധിക്കും? മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്താൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ഭാഗം ഡിഫോൾട്ടായി കിടക്കുകയാണ്. അതായത്, ചെറുപ്പത്തിൽ തന്നെ അവരുടെ തെറ്റ് അവർ ന്യായീകരിച്ച്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർ ന്യായീകരിച്ച് തെറ്റ് തെറ്റല്ല എന്ന രീതിയിലാക്കി തീർത്തിട്ടുണ്ടാവും. ഇതിൽ ഞാനൊരു രസകരമായ കാര്യം കൂടി ചേർക്കാം. ചില മാതാപിതാക്കളൊക്കെ ഇതിന് ഏറ്റവും വലിയ കാരണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നാർസിസ്റ്റായ ഒരു പുരുഷൻ എന്ന് വിചാരിച്ചോ, ഒരു നാർസിസ്റ്റായ വ്യക്തി, അയാൾ എക്സ്ട്രാ മരൈറ്റൽ അഫെയറിന് പോയി. അതായത് ഒരുപാട് പേരോട് അവിഹിതത്തിന് പോയി.
ഇത് ഭാര്യ തെളിവോടുകൂടി പിടിച്ച്. എന്നിട്ട് ഈ ഹസ്ബൻഡിൻ്റെ മദറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയും. മിക്ക ആൾക്കാരും പറയുന്നത് പുരുഷന്മാരായി കഴിഞ്ഞാൽ ചളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും, അതൊന്നും വലിയ കാര്യമാക്കാനില്ല എന്ന്. അതായത് ട്രിവിലൈസേഷൻ, നിസ്സാരവൽക്കരിക്കും. അതേപോലെ മറ്റൊരു ഡയലോഗും കൂടി പറയും. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, നിൻ്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ പോകുന്നതെന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്ലെയിം ഷിഫ്റ്റിംഗ്. ഇയാൾ ചെയ്ത പ്രവൃത്തിക്ക് ഇവനെ ന്യായീകരിക്കുക. ഇത് ചെറുപ്പത്തിലേ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഇവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കുട പിടിച്ചു കൊടുത്ത ഒരാളായിട്ടുണ്ടാവും ഈ മദർ. അങ്ങനെ വളർന്ന് വളർന്ന് വന്ന് ഇവൻ്റെ തെറ്റെന്ന് ഇവന് തെറ്റല്ലാതായിരിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല മോശമായ കാര്യങ്ങൾക്കും ഭാര്യമാരെ നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാർ. അതിനെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് അതൊക്കെ ഒരു തെറ്റാണോ, അത് ഇവൾ അംഗീകരിച്ച് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നു? സ്വാഭാവികമായിട്ടും അവർ വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. അതായത് അവർ സ്വയം തന്നെ ഉണ്ടാക്കിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയാണ്, അപ്പോൾ എൻ്റെ പ്രവൃത്തികളും പെർഫെക്റ്റാണ്. അത് മോശമാണെങ്കിലും, സമൂഹത്തിൻ്റെ കണ്ണിൽ മോശമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ മോശമൊന്നുമല്ല, അത് പെർഫെക്റ്റായ കാര്യമാണ്. എന്നാൽ അവർ ഉള്ളിൽ എവിടെയോ ഒരു ചിന്തയുണ്ട് ഇത് മോശമാണ്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഇത് പരസ്യമായിട്ട് ചെയ്യാത്തത്. എന്നാൽ പരസ്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ന്യായീകരണം അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി അടുത്തൊരു കാഴ്ചപ്പാടിലേക്ക് കടക്കാം. നാർസിസിസ്റ്റ് സ്വയം കരുതുന്നത് അവരെല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ അവർക്ക് വേണ്ടത്ര പരിഗണന മറ്റുള്ളവർ തരുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർ മറ്റുള്ളവർക്ക് ചെയ്ത ചെറുതോ വലുതായ എല്ലാ ഉപകാരങ്ങളും അവർ കൃത്യമായി സ്റ്റോർ കീപ്പ് ചെയ്യും. അതായത് അവരവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. അതെപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. എന്നാൽ അവർക്ക് മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ മറന്നിട്ടുണ്ടാവും. ഇനി ഓർമ്മയുണ്ടെങ്കിൽ തന്നെ അവർ ചിന്തിക്കുന്നത് അത് അവരുടെ കടമയാണ് എന്നാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഭാര്യയാണ് നാർസിസിസ്റ്റ്. ഭർത്താവ് ഭാര്യയ്ക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭാര്യ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇയാളുടെ കടമയാണ്, ഇയാൾ ചെയ്തേ തീരും, അതിന് പ്രത്യേക നന്ദിയൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന രീതിയിലാണ് ഭാര്യ ചിന്തിക്കുക. അതായത് നാർസിസിസ്റ്റായ വ്യക്തി ചിന്തിക്കുക. അപ്പം നാർസിസിസ്റ്റായ വ്യക്തികൾക്ക് നന്ദിയില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നാൻ കാരണം അവരുടെ ഈ ചിന്തയാണ്. എന്നാൽ അവർക്കൊരു ചിന്തയുണ്ട് കേട്ടോ. നമ്മൾ അവരുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതായത് വിക്ടിമായ ആൾക്കാർ, അത് ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് നമ്മൾ നന്ദി കെട്ട വർഗം എന്നാണ്. അതായത് നമുക്ക് ഒട്ടും നന്ദിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ഉപകാരങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ 10-15 വർഷമൊക്കെ കഴിഞ്ഞ് സഹിച്ച് ഒരു വിക്ടിമായ ആൾ, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, ഇതുവരെ തിന്നാൻ കൊടുത്ത്, എന്തൊക്കെ വാങ്ങിക്കൊടുത്ത്, അസർബൈജാനിൽ കൊണ്ടുപോയി, മറ്റിടത്ത് കൊണ്ടുപോയി, മറിച്ചത് കൊണ്ടുപോയി, പലതും ചെയ്തു കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും കാണിച്ചില്ല. അതായത് ഇതുവരെ ആരാണ് ഇവളെ പോറ്റിയത്, അത് നിങ്ങൾ പറ, സൈക്കോളജിസ്റ്റായി നിങ്ങൾ പറ, ഇതുവരെ അവൾക്കുള്ള ചിലവ് കൊടുത്തത്, മറ്റു കാര്യങ്ങൾ ചെയ്തത്, മറിച്ചതൊക്കെ ചെയ്തത് ആരാണ്? അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ, കാരണം ഇവർ ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളും അക്കമിട്ട് ഇവർ പറയും. എന്നാൽ ഇവർക്ക് കിട്ടിയ ഒരു കാര്യം ഇവർ ഓർക്കുകയുമില്ല, ഓർക്കാൻ ഇഷ്ടപ്പെടുകയുമില്ല. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിക്കും. അത് കമ്മിറ്റ്മെൻറ്റാണ്, അത് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. അതിനടുത്തൊരു കാഴ്ചപ്പാട്, ഇവർ ചില ഹീനമായ കൃത്യങ്ങൾ ചെയ്യും, ഉപദ്രവിക്കും, അടിക്കും, ഇടിക്കും, തൊഴിക്കും, പലതും ചെയ്യും. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു റീസൺ അവർ വെക്കും. അതായത് ഞാൻ ആ സമയത്ത് ഇങ്ങനെ പ്രതികരിച്ചത് ഇവൾ ഈ രീതിയിൽ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ പറ, അങ്ങനെ ചെയ്താൽ ആരും അടിക്കൂലേ? അപ്പോൾ ഇവർ എന്ത് മോശത്തരം ചെയ്താലും, കൊന്നാൽ പോലും അതിന് കൃത്യമായൊരു ന്യായീകരണം ഉണ്ടാവും. അതായത് ഇവരുടെ പ്രവൃത്തി ഒരിക്കലും മോശമായിട്ട് ഇവർ കരുതൂല. ഇവർ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് ഇവർ ഏറ്റവും നല്ല ഉദ്ദേശശുദ്ധിയുള്ളവരാണ്, ഇൻറ്റൻഷൻ, ഇവരുടെ നീയത്ത് എന്നൊക്കെ പറയും അറബിയിൽ. ഇവരുടെ ഉദ്ദേശശുദ്ധി എപ്പോഴും പെർഫെക്റ്റാണ്. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നതാണ്, അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ അത് തെറ്റിദ്ധരിക്കുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ പറയുന്നതിൽ, ഇവർ ചെയ്യുന്നതിൽ നല്ലൊരു ഉദ്ദേശമുണ്ട് എന്ന് അവർ വിചാരിക്കുന്നു. അവർ മാത്രമേ വിചാരിക്കോട്ടെ, മറ്റുള്ളവർക്ക് അങ്ങനെ വിചാരണമൊന്നുമില്ല. ഇനി അടുത്തൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, അവരാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആ വേദനിപ്പിച്ച ആ വ്യക്തി അത് അർഹതപ്പെട്ട ആളാണ്. ഞാൻ നേരത്തെ സിനിമേൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മൾ സിനിമയിൽ നായകനായ ആൾക്കാർ ആരെ കൊന്നാലും എന്ത് ചെയ്താലും നമ്മൾ കരുതും അവരത് അർഹിക്കുന്നു. നമ്മുടെ മനസ്സിലൊരു കഥ മെനയും, ആ വില്ലൻ
അല്ലെങ്കിൽ ആ വ്യക്തി അത് അർഹിക്കുന്നുണ്ട്, നായകൻ ചെയ്തതിൽ ഒട്ടും തെറ്റില്ല എന്ന രീതിയിൽ. അതായത് ഇവരെത്ര മോശം ചെയ്തു കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിൽ ആ ചെയ്ത പ്രവൃത്തിയൊന്നും ഒരു മോശമായിട്ട് കരുതൂല. മാത്രവുമല്ല അതിന് കൃത്യമായ ന്യായീകരണം ഉണ്ടാവും. ആ ന്യായീകരണത്തിലൂടെയാണ് ഇവരെപ്പോഴും പോവുക. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് നമ്മൾ ഒറ്റ ഡയലോഗാണ് പറയുന്നത്, ഇവരെ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ നാസിസ്റ്റായി ഇന്ന ആൾ തെറ്റ് അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന്. അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്താത്തത് കൊണ്ടാണ്. തെറ്റ് അവർ അംഗീകരിക്കില്ല. അവർ തൽക്കാലം ചില സാഹചര്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അംഗീകരിച്ചെന്ന് വരും. ഉദാഹരണം പറയാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് തെളിവോടുകൂടി പിടികൂടി. ആ സമയത്ത് വേറെ നിവൃത്തിയില്ല. ആ സമയത്ത് ഞാൻ ചെയ്തു പോയി, ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് പറഞ്ഞ് തടിയൂല. എന്നാൽ അതിൻ്റെ തെളിവൊക്കെ നശിച്ചു എന്ന് വിചാരിച്ചോ, ആ സമയത്ത് പറയും ഞാനത് ചെയ്തിട്ടൊന്നുമില്ല, ഇനി ചെയ്താൽ തന്നെ നിൻ്റെ കാരണം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് മെഴുകി ഇല്ലാണ്ടാക്കും. അതായത് സാഹചര്യത്തിനനുസരിച്ച് മാപ്പ് പറയുന്നത് പോലെയോ തെറ്റ് അംഗീകരിക്കുന്ന പോലെയോ നിൽക്കും എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവർ തെറ്റ് അംഗീകരിക്കൂല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവരുടെ മാപ്പിനെ പറ്റി ഞാൻ പലപ്പോഴും പറയുന്നത്, അവരുടെ മാപ്പ് ഒരു മാപ്പുമല്ല, കോപ്പാണ്. അതൊരു തന്ത്രമാണ്, അതൊരു ഉഡായിപ്പാണ്. അത് കൃത്യമായി അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. അത് പ്രായോഗികമല്ല. അത് പറയാൻ കാരണം, പലപ്പോഴും പല ആൾക്കാരും നമ്മളെ വന്ന് കണ്ട് പറയുന്ന സംഗതി, സാറേ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ ഒന്ന് മാറ്റി തരുമോ, ചെറിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ, നാസിസ്റ്റിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും തിരിച്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, 20 വർഷമായില്ലേ 30 വർഷമായില്ലേ നിങ്ങൾ തിരുത്താൻ നോക്കുന്നത്, ഒരു ഇഞ്ചെങ്കിലും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്ക് സാധിക്കാം? മാത്രവുമല്ല, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവരെ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റൂലേ എന്ന്. അതിനുള്ള ഉത്തരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉത്തരം ഇപ്പോഴും പറയാം. അവരാരെങ്കിലും വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു നാസിസ്റ്റ് ഒരാളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നാൽ മാറ്റം വരുത്തിക്കോളൂ എന്ന് ആത്മാർത്ഥമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റമുണ്ടാക്കാം. പക്ഷേ അവർ ഒരിക്കലും അങ്ങനെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അവരെ എതിർക്കുന്നത് വളരെ കുറച്ച് പേരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ മോശം സ്വഭാവം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വൃന്ദങ്ങൾ ചുറ്റുപാടുണ്ടാവും. അതായത് അവരെ കൊണ്ട് ഉപകാരം കിട്ടിയവർ, അവരുമായിട്ടുള്ള ബന്ധം, സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ നാസിസ്റ്റായ വ്യക്തി നല്ലവനാണ്, വിക്റ്റിമാണ് മോശം. അപ്പോൾ നാസിസ്റ്റായ വ്യക്തി മാറേണ്ടത് എന്ത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വ്യക്തിയും ചിന്തിക്കും, എൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ ആൾക്കാർ എന്നെപ്പറ്റി നല്ലതല്ലേ പറയുന്നുള്ളൂ, ഇവളെ പറ്റി അല്ലെങ്കിൽ ഇവനെ പറ്റിയല്ലേ മോശം പറയുന്നത്, വിക്റ്റിമിനെ പറ്റിയല്ലേ, അപ്പോൾ അവരുടെ ഭാഗത്തല്ലേ തെറ്റ് എന്ന് നാസിസ്റ്റ് ചിന്തിച്ചാൽ അതിലെന്ത് തെറ്റ് എന്ന ചോദ്യം നമുക്ക് ബാക്കിയാവും. ഏതുമാവട്ടെ, ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എൻ്റെ ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങൾ കോർത്തിണക്കിയൊരു പുസ്തകമാണ്. ആ പുസ്തകം 1-ാം പതിപ്പ് മൊത്തം വിറ്റ് തീർത്തു. നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചൊരു പുസ്തകമാണ്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും കാണാം. നന്ദി.